ആളുകളുടെ ധാരണ ഉണ്ട്, നായി എന്ന് പറഞ്ഞാൽ പൊയ്ക്കോ പൊയ്ക്കോ അല്ലെങ്കിൽ പോ പട്ടി എന്നുള്ള വിചാരമാണ്. പക്ഷെ മൃഗങ്ങളോട് നമ്മൾ സ്നേഹം കാണിച്ചാല് അതിലേറെ സ്നേഹം മൃഗങ്ങൾ നമ്മളോട് കാണിക്കും. ഇതിന് പേരൊക്കെ കിട്ടണേ? അതിന് പേര് ശീമാട്ടിയാണ്. ശീമാട്ടി പറഞ്ഞാൽ ഇത് നമ്മൾക്കും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. ശീമാട്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉസ്താദ് നായയെ വളർത്തുന്നു. ആ ഉസ്താദിന്റെ ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നിന്നെല്ലാം ഈ നായക്കും ആ നാട്ടുകാര് ഭക്ഷണം കൊടുക്കുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പറയാൻ കാരണം നായ എന്ന് പറയുന്ന ജീവിയെ പലപ്പോഴും നമ്മളെല്ലാവരും, അതായത് മുസ്ലിങ്ങൾക്ക് പൊതുവെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറ്റി മനസ്സിലാക്കാത്തവർ പൊതുവെ മനസ്സിലാക്കുന്നത് നായ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ വിരോധിക്കപ്പെട്ട ഒരു ജീവിയാണ് എന്നാണ്. അല്ല, നായ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ നിബന്ധനകളാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. നായ ഒരു ഐനുൻ നജസായ ജീവിയാണ്. ഐനുൻ നജസ് പറഞ്ഞാൽ അതിന്റെ തടി നജസാണ്, മാലിന്യമാണ്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. 7 പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. നായ നനഞ്ഞ ഭാഗം കൊണ്ട് നനഞ്ഞിടങ്ങളിൽ തൊടുമ്പോഴാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ വരുന്നത്. നായ ഉണങ്ങിയ ഒരു ഭാഗം അതിന്റെ മേലൊന്ന് സ്പർശിച്ചു പോയാൽ ഈ നിയമം വരുന്നില്ല. എന്നാൽ നായ നനഞ്ഞ അതിന്റെ വായ കൊണ്ട് അതിന്റെ മൂക്ക് കൊണ്ട് മണത്തു, അല്ലെങ്കിൽ നായ നനഞ്ഞ ശരീരം കൊണ്ട് സ്പർശിച്ചു, അപ്പോഴാണ് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് 1 പ്രാവശ്യവും പിന്നെ 6 പ്രാവശ്യവും ആ ഭാഗം കഴുകി വൃത്തിയാക്കണം. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറയാൻ കാരണം മണ്ണ് ആ നായയിലുണ്ടാകുന്ന അണുക്കൾ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് മണ്ണ് കലക്കിയ വെള്ളം തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉസ്താദ് ഒരു നായ വളർത്തുകയാണ്. നായ വളർത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നിന്നെല്ലാം ഈ നായക്കും ഭക്ഷണം കൊടുക്കുകയാണ്. നായല്ല, പട്ടിയാണ് കേട്ടോ സംഭവം, നായല്ല. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം അൽ-കാഫ് സൂറത്തിലെ നായയെ പറ്റി നമുക്കറിയാം. ആ നായ സ്വർഗത്തിലാണ്. പിന്നെ മനുഷ്യന്റെ ജീവിതം തുടങ്ങുമ്പോൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നായകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിക്കൊണ്ട് കാണുന്നത്. കാരണം നായ്ക്കള് എന്ന് പറയുന്നത് വേട്ടയാടാനും മറ്റ് കാവലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബുദ്ധിയുള്ള ജീവിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വേട്ടയാടിക്കൊണ്ട് മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് അത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നു. ആ നായ ഒരു വേട്ടമൃഗമായിട്ട് ഉപയോഗിക്കുന്ന നായയാണെങ്കിൽ ആ നായയെ വേട്ടയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ നായ പിടിച്ചു കൊണ്ടുവരുന്ന വസ്തുവിൽ നിന്ന്, ജീവിയിൽ നിന്ന് നായ പറ്റിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ വിട്ടുകൊടുക്കണം. കാരണം അത് വേട്ടയാടി പിടിച്ചതിന്റെ ഹുക്കുമിൽ വരുന്നില്ല. അതുകൊണ്ട് നായകളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ നായയെ നമ്മുടെ ഇസ്ലാം വളരെയധികം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അന്യമായി കാണുന്ന ജീവിയാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഐക്യം കൽപ്പിക്കുന്ന ജീവിയാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത്തരത്തിലാണ് ഈ നായയുടെ കാര്യങ്ങൾ ഉള്ളത് എന്ന്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞത് ഒരു നായയെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ്. 40 വർഷമാണ് നായയെ ചീത്ത പറഞ്ഞു എന്നതിന്റെ പേരിൽ അദ്ദേഹം കരഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് എന്ന് പേര് വെച്ചത്. നൂഹ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കരയുന്നവൻ, തേങ്ങിക്കരയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അങ്ങനെയുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവം നായയുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നായയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ അത് മനസ്സിലാവും. ഉസ്താദ് പറയുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അള്ളാഹു നല്ലത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാം. നായ ഇവിടെ ചെറുതാവുമ്പോഴേ അതിന്റെ തള്ള അവിടെ പ്രസവിച്ചുകാണ്ട് ഇട്ടുകാണ്ട് പോയതായിരുന്നു. പാൽപ്പൊടി വാങ്ങിക്കാണ്ട് പള്ളിക്കന്ന് കലക്കിയാണ്ട് അതിന് വെച്ചുകൊടുത്തു. അത് കുടിച്ചതിന് ശേഷമാണ് അതിന് നമ്മള് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. ഇതിന് പേരൊക്കെ കിട്ടണേ? അതിന് പേര് ശീമാട്ടിയാണ്. ശീമാട്ടി പറഞ്ഞാൽ ഇത് നമ്മൾക്കും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. ശീമാട്ടിയാണ്. എല്ലാ വീട്ടിലും ചെലവിനും വരും, നമ്മളൊപ്പം തന്നെ വരും. രാത്രിയും വരും, ചിലപ്പോ ഉച്ചക്കുണ്ടെങ്കിൽ ഉച്ചക്കും ഉണ്ടാവും, വരും. ഞാൻ ലീവിന് പോയാലും അജ്മീർക്ക് പോയാലും ഏർവാടി പോയാലും ഒക്കെ ശീമാടി നോക്കാൻ ഇവിടുത്തെ എല്ലാ സഹോദരിമാരും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്കാകെ 30 പേരെ ചെലവുള്ളൂ, 31 പേരാ. ഓൾക്ക് എല്ലാ പേരിലും കയറി പോകാം. അതെ അതെ, ആളുകളുടെ ധാരണ ഉണ്ട്, നായി എന്ന് പറഞ്ഞാൽ പൊയ്ക്കോ പൊയ്ക്കോ അല്ലെങ്കിൽ പോ പട്ടി എന്നുള്ള വിചാരാണ്. പക്ഷെ മൃഗങ്ങളോട് നമ്മൾ സ്നേഹം കാണിച്ചാല് അതിലേറെ സ്നേഹം മൃഗങ്ങൾ നമ്മളോട് കാണിക്കും. നമ്മളെ നൂഹ് നബിന്റെ പേരെന്നെ ആദ്യം നൂഹ് നബിന്റെ പേര് അബ്ദുൽ ഗഫാർ ആയിരുന്നു. പിന്നെ ഒരു നായിനെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം 40 വർഷക്കാലം കരഞ്ഞു നടന്നത്.
അപ്പൊ അള്ളാഹുത്തേരെ വിളിച്ച പേരാണ് യാ നൂഹ് എന്നുള്ളത്. തേങ്ങിക്കരഞ്ഞത് എന്നുള്ളത്. അപ്പൊ നായ എന്ന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും നമ്മള് സ്നേഹം കൊടുത്താലും ഒരു പകരം ചെയ്യും. അവര് സ്വർഗത്തിൽ നായ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അൽക്കാഫ് സൂറത്തിൽ പറയണ്ടല്ലോ. അത് സ്വാലിഹീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നായ സ്വർഗത്തിലെത്തിയത്. എല്ലാവരും പ്രിയങ്കരിയാണ്. ഏത് വീട്ടിക്ക് ചെന്നാലും മോൾക്കുള്ളത് അവിടെ ഉണ്ടാവും. ഒരു പെരയ്ക്ക് കയറിയ ശല്യപ്പെടുത്തുക ഒന്നും ചെയ്യൂല. അവിടെ പോയി അടഞ്ഞാണ് കടക്കും ഓരോ വീടിന്റെ മുമ്പിലും. അപ്പൊ ഓൾക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയും എല്ലാം ഒരു ഫ്രിഡ്ജിൽ വരെ ഉള്ളവർ എടുത്തുകാണ്ട് ഓൾക്ക് കൊടുക്കും. അതാണ് സ്നേഹം.